ഹായ് എവ്രി വൺ. അപ്പോൾ നമുക്കിന്ന് നിങ്ങളുടെ പേഴ്സണിൻ്റെ കറൻറ്റ് ഫീലിങ്സ് നോക്കാം. മേ ബി നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ഇല്ല, അല്ലെങ്കിൽ ഒരു സെപ്പറേഷനിലാണ്, അല്ലെങ്കിൽ ഓൺ ആൻഡ് ഓഫ് ആണെങ്കിൽ പോലും എക്സ്പ്രസ് കറക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ പേഴ്സണിൻ്റെ റിയൽ ആയിട്ടുള്ള ഫീലിങ്സ്, അത് നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, നമ്മളിവിടെ കറൻറ്റ് ഫീലിങ്സിൻ്റെ കാർഡാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഓക്കെ, ഞാനൊന്ന് ഷഫിൾ ചെയ്യട്ടെ. ഒരു സെക്കൻഡ്. ഫസ്റ്റ് കിട്ടിയ കാർഡ് തന്നെ വർക്ക് ഓൺ യുവർ കണക്ഷൻ. നിങ്ങളുടെ കണക്ഷനിൽ വർക്ക് ചെയ്യണം. ഇത്ര നാളും അതിൽ വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല. ഒക്കെ ശരിയായി വരികയാണെങ്കിൽ നോക്കാം എന്നൊരു മൈൻഡ് സെറ്റ് ആയിരിക്കും. ഇപ്പോൾ മനസ്സിലാക്കുന്നത് എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ വർക്ക് ചെയ്തിട്ടില്ല, ഇനി ഇതിൽ വർക്ക് ചെയ്യണം. കാരണം അവരുടെ ഒരു സേഫ് പ്ലേസ്, അല്ലെങ്കിൽ അവർക്കൊരു പീസ് എന്ന് പറയുന്നത് നിങ്ങളെ അടുത്ത് ജസ്റ്റ് ഒന്ന് ഇരിക്കും, ജസ്റ്റ് ഹഗ് ചെയ്യുമ്പോൾ അവർക്ക് ഒരുപാട് ഹാപ്പിനെസ്സും ആ ഒരു റിലാക്സേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. അത് എവിടെ നിന്നും കിട്ടുന്നില്ല. അപ്പോൾ വർക്ക് ഓൺ യുവർ കണക്ഷൻ എന്ന് ആണ് പറയുന്നത് കേട്ടോ. അടുത്ത കാർഡ് ട്രാവലിംഗ് ആൻഡ് ഡേറ്റിംഗ്. നിങ്ങളധികം നാളായിട്ട് കണ്ടിട്ടില്ല, അല്ലെങ്കിൽ അവർ രണ്ടുപേർ രണ്ട് കൺട്രീസിലൊക്കെയാണ്, അകലെയാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങളെ കാണാൻ വരുന്നു, വന്ന് ഡേറ്റ് ചെയ്യണം എന്നൊക്കെ നന്നായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ട്രാവലിംഗ് ആൻഡ് ഡേറ്റിംഗ്. പേഷ്യൻസ്. ഈ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ പോകണമെങ്കിൽ കുറച്ച് ക്ഷമയോടെ നിങ്ങളും അവരും കാത്തിരിക്കേണ്ടി വരും. കാരണം ഇതിൽ മെല്ലെ മെല്ലെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. ക്ഷമ വേണം. ആൻഡ് ഈ റിലേഷൻഷിപ്പ് നിങ്ങളപ്പോൾ കാണുന്ന വ്യൂവേഴ്സ് മേ ബി ഫെമിനിൻ എനർജി ആയിരിക്കും, അല്ലെങ്കിൽ മാസ്കുലിൻ എനർജി ആയിരിക്കും. നിങ്ങൾക്ക് ക്ഷമ ഒട്ടുമില്ലെങ്കിൽ നിങ്ങൾ ക്ഷമയെ പഠിപ്പിക്കാൻ, പേഷ്യൻസ് പഠിപ്പിക്കാൻ കൂടെയാണ് ഈ റിലേഷൻഷിപ്പ് കൊണ്ടുപോകുന്നത്. ഒരുപാട് കാര്യങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് നമ്മൾ പഠിക്കുന്നുണ്ടായിരിക്കും. പേഷ്യൻസ്, ക്ഷമ വേണം. ഓക്കെ, ക്ഷമയോടെ കാത്തിരിക്കേണ്ടി വരും. നെക്സ്റ്റ് നോക്കാം. രണ്ട് കാർഡാണ് വന്നത്. കിഡ്സ്. മേ ബി കിഡ്സ് ഇവോൾവ് ആയിരിക്കാം. മേ ബി നിങ്ങളുടെ പേഴ്സണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബേബി ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നൊരു ഫ്യൂച്ചർ ജനറേഷൻ വേണമെന്നും ഇവർ നന്നായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഡിവൈൻ ടൈമിങ്. എല്ലാം ഒരു ഡിവൈൻ ടൈമിങ്ങിലാണ് നടക്കുക എന്നാണ് അവർ പറയുന്നത്. സ്റ്റെബിലിറ്റി. ഈ റിലേഷൻഷിപ്പ് നല്ല സ്റ്റെബിലിറ്റി കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. മാനിഫെസ്റ്റേഷൻസ്. ലോ ഓഫ് അട്രാക്ഷൻ ഒരു പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. ഇപ്പോൾ രണ്ട് കാർഡാണ് ഒരു കാർഡ് എടുക്കുമ്പോൾ വരുന്നത്. എവേക്കണിങ് ആൻഡ് ഗെറ്റ് നോ ഈച്ച് അതർ എന്ന കാർഡാണ് വന്നത്. എവേക്കണിങ് എന്ന് പറഞ്ഞാൽ അവർക്കും നിങ്ങൾക്കും നല്ല രീതിയിലുള്ള ട്രൂത്ത് അല്ലെങ്കിൽ ക്ലാരിറ്റി നന്നായിട്ട് വരുന്നുണ്ട്. അവർക്കും ഒരുപാട് അവരുടെ പഴയ സ്വഭാവങ്ങളൊക്കെ മാറി അവരിലേക്ക് അവർ കോൺസെൻട്രേറ്റ് ചെയ്ത് സെൽഫ് ലവിലേക്ക് നന്നായിട്ട് വരണം, വന്നേ പറ്റൂ എന്നുള്ളൊരു എനർജിയിലേക്ക് വന്നിട്ടുണ്ട്. അതാണ് എവേക്കണിങ്. അവർ കാണാത്ത പല ലോകങ്ങളും, അല്ലെങ്കിൽ അവർ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ പല ഫേസസും കാണുകയാണ്. അപ്പോൾ അവർക്ക് അതിൽ നിന്നൊക്കെ എവേക്കണിങ് നടക്കുന്നത്. കാർമിക് ട്രിഗേഴ്സ് നന്നായിട്ട് അവർക്ക് നടക്കുന്നുണ്ട്. യു വിൽ ഗെറ്റ് ത്രൂ ദിസ്. ഇതിൽ നിന്ന്, അല്ലെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും ഇതിൽ നിന്ന് കടക്കാൻ സാധിക്കും. അത്രയും പെയിൻഫുൾ സിറ്റുവേഷനിലൂടെ പോകാമെന്നറിയാം. നിങ്ങൾ ഹഗ് ചെയ്തിട്ടാണ് പറയുന്നത് യു വിൽ ഗെറ്റ് ത്രൂ ദിസ്. ഡിവൈൻ ഫെമിനിൻസിനോട്, അല്ലെങ്കിൽ കാണുന്ന പ്രേക്ഷകരോട് നിങ്ങളുടെ പാർട്ട്ണർ പറയുകയാണ്, നീ ഇതിൽ നിന്ന് കടന്നു പോവും, ഈ ഒരു പെയിന് നിനക്ക് മറികടക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് കാർഡ് ജെൻഡർ റോൾസ്. യെസ്, അവരിപ്പോൾ അവരുടെ റോൾസാണ് ചെയ്യുന്നത്. അവരിപ്പോൾ ഒരു കാർമിക് പേഴ്സൻ്റെ കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ മേ ബി കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർ ഫാദർ എന്ന റോള്, അല്ലെങ്കിൽ ഒരു ഹസ്ബൻഡ് എന്ന റോളാണ് ചെയ്യുന്നത്. റോളിന് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. അല്ലാതെ അവിടെ ഒരു ആത്മാർത്ഥ സ്നേഹമായിട്ടില്ല, കണക്ഷനിലല്ല നിൽക്കുന്നത്. ആ റോള് ചെയ്യണം. അതില്ലെങ്കിൽ അവർക്ക് ആരുമില്ല. ആ ഒരു റോളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരൊരു സ്റ്റെബിലിറ്റിയിലേക്ക് എത്തിയതിന് ശേഷം നിങ്ങളുടെ അടുത്തേക്ക് വരാനാണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഒരു കാർഡ് സോൾ മേറ്റ്. അവർക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങളാണ് അവരുടെ ആത്മാവിൻ്റെ പാതി എന്നാണ്. യു ക്യാൻ ഡു ദിസ്. നിങ്ങളെ കൊണ്ട് ഇത് ചെയ്യാൻ സാധിക്കും. അവരവരോട് തന്നെ ഇടയ്ക്ക് പറയുന്ന വേർഡ്സ് ആണ് കേട്ടോ. യു ക്യാൻ ഡു ദിസ്. പ്ലെയർ. നിങ്ങൾക്ക്, അല്ലെങ്കിൽ അവർക്ക് ഇടയ്ക്ക് തോന്നും ഞാൻ ഡ്രാമാറ്റിക് ആണോ, ഞാൻ രണ്ടുപേരും വെച്ച് കളിക്കുകയാണോ, ഞാൻ പറ്റിക്കുകയാണോ. പക്ഷെ അവർക്ക് അവർ ഇമോഷണൽ സൈഡ് എക്സ്പ്രസ് ചെയ്യാൻ അറിയുന്നില്ല. അവരങ്ങനെ വളർന്നു വന്നിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടം മൂടി വെച്ച് ബാക്കിയുള്ളവർക്ക് വേണ്ടി, സൊസൈറ്റിക്ക് വേണ്ടി ജീവിക്കണം, ഇങ്ങനെയൊക്കെയാണ് പഠിപ്പിച്ച് വിട്ടത്. അപ്പോൾ അതിൽ നിന്ന് വരാനുള്ളൊരു സമയമാണ്. അപ്പോൾ അവർക്ക് തോന്നുന്നത്, അവർക്ക് സ്വയം തോന്നി ഞാനൊരു പ്ലെയറാണ്, ഞാൻ അവളെ ലൈഫും കളയും, ഇവരുടെ ലൈഫും ഞാൻ വെച്ച് കളിക്കുന്നുണ്ടോ എന്നൊക്കെ ഭയങ്കര കുറ്റബോധത്തിലാവും. അതാണ് ഈ റോസ് കത്തിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ന്യൂ ഡോർസ് ഓപ്പൺ. നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ ഒരു വഴിയില്ലെങ്കിൽ യൂണിവേഴ്സ് ഒരു വഴി തുറന്നു കൊടുക്കുന്നുണ്ട്. ഓപ്പൺ യുവർ ഹാർട്ട്. നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് നിങ്ങളോട് ഓപ്പൺ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ. എനിക്ക് തോന്നുന്നു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം.
ടേക്ക് എ ബ്രേക്ക് ആൻഡ് കെമിസ്ട്രി. ഒരു ബ്രേക്ക് എടുക്കുകയാണ് അവർ. മേ ബി ഒരു കോൺടാക്റ്റ് ഇല്ലെങ്കിൽ അവരുടെ സ്പേസ് അവർക്ക് കൊടുക്കുക. നിങ്ങളെ പോയിട്ട് മെസ്സേജ് ചെയ്യാനോ അവരെ വിശേഷം അന്വേഷിക്കാനോ നിൽക്കണ്ട. അവരുടെ സ്പേസ് കൊടുത്ത് അവരൊന്ന് ഒക്കെ കോറിലേറ്റ് ചെയ്ത് വരട്ടെ. അതിൻ്റെ സ്പേസ് കൊടുക്കുക. നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ കാണാനും അറിയാനും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. കമ്മിറ്റഡ് റിലേഷൻഷിപ്പ്. അവരൊരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പിലാണ്. ഒരു കോൺട്രാക്റ്റ് ഉണ്ട്. ആ കോൺട്രാക്റ്റ് കഴിയുമ്പോൾ അവർ വരും. യെസ്, അതാണ് അടുത്ത കാർഡ്, സോൾ കോൺട്രാക്റ്റ്. അവർക്കൊരു സോൾ കോൺട്രാക്റ്റ് ഉണ്ടെന്ന് അറിയാം നിങ്ങളുമായിട്ടും. ഇപ്പോൾ നടന്നു പോകുന്ന ആളുകളുമായിട്ടും ഒരു കോൺട്രാക്റ്റ് ഉണ്ട്. അതിൽ മാക്സിമം അവർ അതിൽ വിജയിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഹീലിംഗ് എനർജിയാണ് അവർ കൂടുതൽ പവർ കൊടുക്കുന്നത്. ഞാൻ ബോട്ടം നോക്കാം. അട്രാക്ഷൻ. നിങ്ങളോട് ഭയങ്കര അട്രാക്ഷനും ഒരു കെമിസ്ട്രി ഒക്കെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. മിറർ സെൽഫ്. 2 പേരും മിററിങ് ആയിരിക്കാം. പെട്ടെന്ന് അവരുടെ പെയിൻ നിങ്ങൾക്ക് വരുന്നുണ്ടായിരിക്കും. നിങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ അവരുടെ ഉള്ളിലും ആ ഒരു പെയിൻ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ കോഫി അധികം കുടിക്കുന്നു, മേ ബി അന്ന് അവർ നന്നായിട്ട് കോഫി കുടിക്കുന്നുണ്ട്. ഒരു മിററിങ് സെൽഫാണ്. 2 പേരും മിററിങ് ആണ്. കണ്ണാടി നോക്കുമ്പോൾ നമുക്ക് നമ്മൾ പ്രതിബിംബത്തെ കാണാൻ സാധിക്കുന്ന പോലെ തന്നെ 2 പേരുടെ ലൈഫിലും സിമിലർ ആയിട്ടുള്ള ഡിഫറെൻറ്റ് സ്റ്റോറീസ് നടക്കുന്നുണ്ട്. ഓക്കെ, ലാസ്റ്റ് കാർഡ് എടുക്കാം. യെസ്, ഡീപ്പ് കണ്ടംപ്ലേഷൻ. ഇത്രയും കാർഡ്സ് നമ്മൾ ഒരുപാട് 20 എബോ കാർഡ്സ് എടുത്തു തോന്നുന്നു. പറയുന്നത് അത്രയും ഡീപ്പായിട്ട് കണ്ടംപ്ലേഷൻസ് ഉണ്ട്. നിങ്ങളോട് ചെയ്തതിൻ്റെ ഒക്കെ പേരും കാര്യങ്ങളൊക്കെ അവർക്ക് ഉണ്ട്. ഇല്ലാത്ത പോലെ അവർ അഭിനയിക്കുന്നുള്ള വേറൊരു ഓപ്ഷൻ ഇല്ല അവർക്ക്. പക്ഷെ അവരെ ലൈഫ് മെച്ചപ്പെടുത്തി അവരതിൽ നിന്നൊരു സ്ട്രോങ് ആക്ഷൻ എടുത്ത് വരാൻ അവർ ആഗ്രഹിക്കുന്നുമുണ്ട്. അതാണ് കറൻറ്റ് ഫീലിങ്സ് കാണിക്കുന്ന കാർഡ്. അവേക്കനിങ് ആണ്. അവേക്കനിങ് പെട്ടെന്ന് നടക്കുന്ന സംഭവമല്ല. മെല്ലെയാണ്, സ്ലോലി ആയിട്ടാണ്. മേ ബി 2 ഇയേഴ്സോ അല്ലെങ്കിൽ 4 ഇയേഴ്സോ അങ്ങനെ അതിനൊക്കെ കൂടുതൽ ഇയേഴ്സ് എടുക്കാം. നമ്മുടെ ഇന്നർ വർക്ക് പ്രോപ്പറായിട്ട് ചെയ്യുന്നില്ലെങ്കിൽ. നന്നായിട്ട് ഇന്നർ വർക്ക് ചെയ്യുക. നിങ്ങളുടെ ലൈഫിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. 2 കാര്യങ്ങൾ എപ്പോഴും ഫോക്കസ് ആവുക, സെൽഫ് ലവ് ആൻഡ് അൺകണ്ടീഷണൽ ലവ്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സണൽ കറൻറ്റ് ഫീലിങ്സ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്ത് തോന്നുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യൂ. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ഈ ടോപ്പിക്ക് വേണമെങ്കിൽ കറൻറ്റ് ഫീലിങ്സ് റീഡിങ്സ് എടുക്കാം. 777 ആണ് ചാർജ് ചെയ്യുന്നത്. 2 ക്വസ്റ്റ്യൻസ് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. കൂടെ സൊല്യൂഷൻസ് ആയിട്ട് മെഡിറ്റേഷൻസോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ബൈനോറൽസ് എന്തൊക്കെ തരുന്നതാണ് കേട്ടോ, നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇതാണ് റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും റീഡിങ്സോ സോൾ പർപ്പസോ വേണമെങ്കിൽ ഈ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. ആകാശ കോഴ്സ് ടാരോ കോഴ്സ് പഠിക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ മെസ്സേജ് ചെയ്യും. ഇവിടെ വന്ന് ഡീറ്റെയിൽസ് പറഞ്ഞത് കാര്യമില്ല, കാരണം എല്ലാവർക്കും താല്പര്യം ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ടാണ് പേഴ്സണൽ മെസ്സേജ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ഒരു കാര്യങ്ങൾ നമുക്ക് പറയാം. ഈ യൂട്യൂബിൽ ടൈപ്പ് ചെയ്യാനേ പറ്റുള്ളൂ. നമുക്കിങ്ങനെ വോയിസ് നോട്ടൊക്കെ അയച്ചാൽ നിങ്ങൾക്ക് എന്താണെന്ന് പറഞ്ഞു തരണമെങ്കിൽ നിങ്ങളൊന്ന് എന്നെ കോൺടാക്ട് ചെയ്യുക. വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.